പ്രതിഷേധങ്ങൾക്ക് നടുവിൽ വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ട്രയൽ റൺ നടന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വൻ പോലീസ് സന്നാഹത്തിന്റെ കാവലിലാണ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. UDF, CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചെങ്കിലും പോലീസ് ഇവരെ തടഞ്ഞു. ഈ വഴിക്ക് ആളില്ല, അതാണ് പ്രശ്നം. ഈ വഴി വർഷങ്ങളോളമായി നാട്ടുകാരുടെ പ്രതിഷേധം നിലനിൽക്കുന്നതിനാൽ ട്രയൽ റൺ നടത്തുവാനും പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കുവാനും സാധിച്ചിരുന്നില്ല. അറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്നിരുന്ന വാഹനങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ മുമ്പ് പലതവണ തടഞ്ഞിരുന്നു. പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിനും ലാത്തിചാർജിനും അറസ്റ്റിനും പലപ്പോഴും ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് ട്രയൽ റൺ ആരംഭിച്ചത്. ഇതിനാവശ്യമായ സുരക്ഷയെടുക്കാൻ ഹൈക്കോടതി ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും കർശന നിർദ്ദേശം നൽകിയിരുന്നു. കുന്നംകുളം ACP മുരളീധരൻ, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹം പ്ലാന്റിന് സുരക്ഷയൊരുക്കി. പ്രതിഷേധത്തെ നേരിടാൻ ജലപീരങ്കിയും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഫയർഫോഴ്സിന്റെ സേവനവും പോലീസ് ഒരുക്കിയിരുന്നു. പ്ലാന്റിലേക്ക് മാലിന്യവുമായി വന്ന വാഹനങ്ങൾ UDF, CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇവരെ നീക്കം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം നിർജ്ജീവമായതിനാൽ കുറച്ചുപേർ മാത്രമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്ലാന്റ് ഉടമകൾക്ക് അനുകൂലമായാണ് പ്രവർത്തിക്കുന്നതെന്നും ട്രയൽ റൺ നടത്തുന്ന വിവരം ഉദ്യോഗസ്ഥർ മേഖലയിലെ ജനപ്രതിനിധികളെ വരെ അറിയിച്ചില്ലെന്നും സംഭവത്തിൽ ആശങ്കയുണ്ടെന്നും UDF നേതാവ് KS മുഹമ്മദ് പറഞ്ഞു. കാരണം ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള വാർഡ് മെമ്പർമാർ പോലും അറിയിക്കാതെ ഈ ട്രയൽ റൺ അടിക്കുമ്പോൾ UDFന്റെ സമരരംഗത്തുള്ള ആളുകൾ നിലയ്ക്ക് എൻ്റെ പേരിലും മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയുടെ പേരിലും ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ പ്രതിനിധികളായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കാതെ, ജനപ്രതിനിധികളെ അറിയിക്കാതെ പഞ്ചായത്ത് സെക്രട്ടറി നേതൃത്വത്തിൽ ഈ ട്രയൽ റൺ നടത്തുന്നതിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കാന്നുള്ള ആശങ്കയുണ്ട്, ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കാന്നുള്ള ഒരു ആശങ്കയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. CPM പ്രസ്ഥാനം പ്ലാന്റിനെതിരാണ്. രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് മുമ്പ് അനുഭവപ്പെട്ടിരുന്നത്. നാട്ടുകാർക്കൊപ്പം CPM നിലകൊള്ളുമെന്നും ശക്തമായ പ്രതിഷേധ സമരങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്നും ലോക്കൽ സെക്രട്ടറി ശങ്കരൻകുട്ടി പറഞ്ഞു. 365 ദിവസം പോലീസിനെ വെച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ സംരംഭം തുടർന്ന് നല്ല രീതിയിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തുടക്കത്തിലേ ബോധ്യമായി. ഇവിടെ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന പള്ളിയുടെ മുമ്പിലാണ്. പള്ളിയുടെ മുമ്പിൽ നിസ്കരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത്രയും മോശമായ രീതിയിലായിരുന്നു അവർ വാഹനങ്ങൾ വരുന്നത്. ഇതിനെങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാർ ലൈസൻസ് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. രാത്രിയിലും പോലീസ് കാവലിൽ പ്ലാന്റിന്റെ ട്രയൽ റൺ നടന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ട്രയൽ റൺ നടന്നത്.